ദാരികാസുര നിഗ്രഹത്തിനായി അവതരിച്ച കാളിയാണ് കുണ്ടോറച്ചാമുണ്ടി. ദാരിക നിഗ്രഹാനന്തരം കാളി ദേഹശുദ്ധി വരുത്തുവാനായി കാവേരി നദിയിലെത്തി. കുണ്ടോറതന്ത്രിയുടെയും എട്ടിലം തന്ത്രിയുടെയും സ്നാനത്തിലും നിത്യപൂജാതി കർമ്മത്തിലും പിഴവ് വരുത്തിയ കാളിയെ തന്ത്രിമാർ ആവാഹിച്ച് ചെമ്പുകിടാരത്തിലാക്കി. യാത്രാവേളയിൽ തന്ത്രിമാർ വിശ്രമിക്കുമ്പോൾ കാളി ചെമ്പുകിടാരം തകർത്ത് പുറത്തുവന്ന് കുമ്പളം 3000 വട്ടം വാഴുന്ന 104 കന്നുകാലികളെ കൊന്നൊടുക്കി. പ്രശ്നചിന്തനം ചെയ്തപ്പോൾ കാളി സാന്നിധ്യം മനസ്സിലായി. കാളിയുടെ ആവശ്യപ്രകാരം നാടുവാഴി കാളിക്ക് കുണ്ടോറപ്പന്റെ വലതുഭാഗത്ത് സ്ഥാനം നൽകി. അങ്ങനെ കാളി കുണ്ടോറച്ചാമുണ്ടിയായി. പിന്നീട് കീഴൂർ ശാസ്താവിനെ കണ്ട് കരിമണൽ കൊണ്ട് കമ്പവിരിച്ച് തന്റെ ബലവീര്യം കാട്ടിക്കൊടുത്തു കാളി. ശേഷം കാളി തുളുനാട്ടിൽ നിന്നും മലനാട്ടിലേക്ക് ഇറങ്ങി വന്നു. യാത്രാവേളയിൽ നീലേശ്വരം, തൃക്കണ്യാൽ, ചിറ്റയൂട്ട്, ചെറുവത്തൂർ, കാലിക്കടവ്, കരിവള്ളൂർ, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിൽ കുടിയിരുന്ന ശേഷം പയ്യന്നൂരിലും എണ്ണിയാൽ എണ്ണമില്ലാത്ത അനവധി സ്ഥാനങ്ങളിലും പീഠം നേടി. നാടിൻ നടുവിലൂടെ കൈയെടുത്ത കാളി നാട്ടുപരദേവത എന്നാണ് സ്വയം വിശേഷിക്കുന്നത്. അഷ്ടവ്യാഴം കൊണ്ടുറപ്പിച്ചു. അന്ന് കണ്ണും കാവേരും പുല്ലും ഭൂമിയും പെണ്ണും അവൻ അരവരെ കണ്ണിമരക്കൊണ്ടത് ചേർന്നിരിക്കുന്ന ചോദിച്ചാകുന്നു. വളവാൻ 9